ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ് എ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുടെ ബാക്കി ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഞാൻ ഈ പോയത് തിരക്ക് കൂടിയ ട്രാഫിക്കിലും കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പോസ്റ്റായി ഞാൻ പോയത് നമ്മുടെ കാവശ്ശേരി പൂരം കാണാനായിരുന്നു. നമ്മുടെ ഷാഹിദ് ഖാൻ്റെ ഡ്രൈവിങ് സീൻസൊക്കെ കണ്ട് നമ്മൾ കാവശ്ശേരി എത്തി. നല്ല ഒടുക്കത്തെ ചൂടിലായിരുന്നു ഞാൻ അവിടം വരെ എത്തിയത്. അവിടെ എത്തി നടന്ന് എൻ്റെ ഒരുപാട് തീർന്നെന്ന് തന്നെ പറയാം. പിന്നെ നമ്മുടെ വിശാൽ എപ്പോഴും തിരക്കാണല്ലോ, അവൻ്റെ പിന്നെ തിരക്കിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ എത്തിയപ്പോഴാണ് കുറേ വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഈ ഒരു സുനനെ അവിടെ കണ്ടത്. പക്ഷേ ഞാൻ അതൊന്നും മൈൻഡാക്കാണ്ട് എനിക്ക് പൂരത്തിൽ എങ്ങനെയാണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിരുന്നു ഞാൻ ഫുള്ളി പോയത്. അവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് ഒരു ചെറിയ സാമ്പിൾ സാധനം എന്തോ പൊട്ടിച്ചപ്പോൾ ഞാൻ ദൂരെ നിന്ന് നോക്കി. പക്ഷെ മെയിൻ സംഭവം തുടങ്ങുന്ന മുന്നേ നല്ല ചൂടത്താണ് ഞാൻ ഇരുന്നത്. കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു ഒരു തണലത്ത് പോയിട്ട് എന്നിട്ടും. അപ്പോൾ പൂരപ്പറമ്പിൽ ഞങ്ങൾക്ക് നല്ല 2 ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് 3-ാം തീയതി ഏത് പരിപാടി കാണും? നെന്മാറ പൂരം നമ്മൾ അടുത്ത് കാണും. നെന്മാറ പൂരം കാണുന്നൊക്കെ ഞാൻ പറഞ്ഞാലും ഇതിന് ശേഷം എനിക്ക് നെന്മാറയ്ക്ക് പോകാനുള്ള എനർജി ഉണ്ടാവും എന്നാണ് എനിക്ക് ഡൗട്ട് അടിച്ചത്. കാരണം അമ്മ അതിൽ തിരക്കായിരുന്നു ഗൈസ്. പക്ഷേ വെടിക്കെട്ട് കണ്ടപ്പോൾ ഐ റിയലൈസ്ഡ് ഈ പോരും വെയിലത്ത് ആൾക്കാർക്ക് വട്ടാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി എനിക്ക് കിട്ടിപ്പോയി ഗൈസ്. ബിക്കോസ് ദിസ് ഇസ് ഇൻറ്റൻസ്. ഈ ഒരു ക്രൗഡിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തായാലും പറ്റാഞ്ഞിട്ട് ഞാനൊരു കടയ്ക്കുള്ളിൽ ചേട്ടൻ എനിക്ക് കയറ്റി. ഒരു ലോട്ടറി കടയുടെ ചേട്ടനായിരുന്നു. അവിടെ ചെന്നപ്പോൾ കുറേ ചേച്ചികളും കുട്ടികളുണ്ടായിരുന്നു. ലോട്ടറി ചേട്ടൻ കടയിൽ കയറ്റിയിരുത്തി. സോ നമുക്കൊരു കുറച്ച് സ്ഥലം കിട്ടി. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇറ്റ്സ് ടു മച്ച്. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ഗൈസ്. ഇനി ഐ തിങ്ക് 1.5 hour it take to get out of here. So I think we have to stay here. കുറേ പേരുണ്ട്. ചേട്ടൻ്റെ ലോട്ടറി കടയാണ്. ചേട്ടനാണ് വെള്ളം തന്നത്. താങ്ക്സ് ചേട്ടാ. താങ്ക് യു. അങ്ങനെ തിരക്കൊക്കെ മാറി ഒരുവിധം ഒന്ന് ഇറങ്ങാൻ കിട്ടിയപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി, രക്ഷപ്പെട്ടു. പക്ഷേ പിന്നെ ഞാൻ കണ്ട ഒരു കാഴ്ചയായിരുന്നു നമ്മുടെ ആനകൾ. ഐ ഹാവ് സോ മച്ച് ലവ് ഫോർ ദിസ് എലിഫൻസ് ഇൻ കേരള. ദേ ലുക്ക് സോ ബ്യൂട്ടിഫുൾ. അവരെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഈവനിങ് ആയപ്പോൾ പത്തനാപുരം ബ്രിഡ്ജിൻ്റെ അടുത്താണ് നമ്മുടെ വിശാലിൻ്റെ വീടെന്ന് പറഞ്ഞപ്പോൾ അവനെ എടുക്കാൻ വന്നു ഫുഡ് കഴിപ്പിക്കും. വിശാലേ, നമ്മളിപ്പോ എങ്ങോട്ടേക്ക് പോവാ? വീട്ടിക്കാ? വീട്ടിലെന്തല്ലേ? ഫുഡൊക്കെ തന്ന് ഹാപ്പി ആയിട്ട് ഞാൻ രാത്രിത്തെ പടക്കത്തിന് മുന്നേ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വിശാലിനോട് ബൈ പറഞ്ഞു. ഹിയർ ഐ എൻഡ് മൈ വ്ലോഗ്. ബൈ ഫ്രണ്ട്സ്.